അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു എടുത്തത്? അബൌട്ട് മെമ്മറി സ്ട്രക്ചേഴ്സ് അല്ലേ? ഇന്റേണൽ മെമ്മറി ആയിരുന്നു എടുത്തത്. ഇന്റേണൽ പ്രോഗ്രാം മെമ്മറി ആൻഡ് ഇന്റേണൽ data memory. So today we can discuss about timers in 8051 microcontroller. Timers in 8051 microcontroller, we already studied that it has two timers, timer 0 and timer 0 and timer 1. Both are 16-bit wide. അല്ലേ? അതാണ് രണ്ട് ടൈമേഴ്സ് ഉണ്ട്. 16-bit wide ആയിട്ടുള്ള two timers are present in the 8051 microcontroller. Actually, they are used to generate, timers are used to generate time delay. Time delay generate ചെയ്യാൻ, and also എന്താണ് event counters are used to count the event happening outside the microcontroller. So these timers and counters are used to generate the time delay and count the events that is happening outside the microcontroller. For that, we are using two timers, timer 0 and timer 1. And we already know that our 8051 microcontroller is an 8-bit architecture. So, and timers are using 16-bit. So അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ടൈമർ ഹാസ് എ സെപ്പറേറ്റ് രജിസ്റ്റേഴ്സ്. ഓക്കെ, അതായത് 16-bit ടൈമർ ആക്സസ്ഡ് ആസ് ടു സെപ്പറേറ്റ് രജിസ്റ്റേഴ്സ് ഓഫ് ലോ ബൈറ്റ് ആൻഡ് ഹൈ ബൈറ്റ്. ഓക്കെ, രണ്ട് 8-bit ഉള്ള രജിസ്റ്റേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ലോ ബൈറ്റ് മീൻസ് ലോ 8-bit ആൻഡ് ഹൈ ബൈറ്റ് മീൻസ് ഹൈ 8-bit. അങ്ങനെ രണ്ട് രജിസ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക, ലോ ബൈറ്റ് രജിസ്റ്റേഴ്സ് ആൻഡ് ഹൈ ബൈറ്റ് രജിസ്റ്റേഴ്സ്. അത് രണ്ടും കൂടിയാണ് വി കൻ സേ 16-bit ടൈമേഴ്സ് ആവുന്നത്. ഓക്കെ, അതാണ് ടു ടൈമേഴ്സ് ഉണ്ട്, 16-bit ആണ്. അപ്പൊ ഈച്ച് ടൈമേഴ്സും എന്താണ് ഇറ്റ് കണ്ടെയ്ൻ എ ലോ ബൈറ്റ് രജിസ്റ്റർ ആൻഡ് എ ഹൈ ബൈറ്റ് രജിസ്റ്റർ. ഓക്കെ, ആൻഡ് വെൻ ദ ടൈമേഴ്സ്, നമ്മുടെ ടൈമർ ആൻഡ് കൗണ്ടർ എന്താണ് ടൈമേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ദ മൈക്രോ കൺട്രോളർ ഈസ് പ്രോഗ്രാം ടു കൗണ്ട് ദ ഇന്റേണൽ ക്ലോക്ക് പൾസ്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തത്. വെൻ ദിസ് ഈസ് യൂസ്ഡ് ആസ് എ ടൈമർ, ദ മൈക്രോ കൺട്രോളർ ഈസ് പ്രോഗ്രാം ടു കൗണ്ട് ദ ഇന്റേണൽ clock pulse. And when the timer or counter is used as a counter, പിന്നെ നമ്മുടെ കൗണ്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് the microcontroller is programmed to count the external pulse. ഈ രണ്ട് പോയിന്റ് ഓർത്ത് വെക്കാം. ഓക്കെ, അതായത് when it is used as a timer, the microcontroller is programmed to count the internal clock pulse, both timer 0 and 1. Okay, and when it is used as a counter, the controller is programmed to count the external clock pulse. Okay, so that is our timer. Okay, already ഞാൻ പറഞ്ഞു രണ്ട് ടൈമേഴ്സ് ആണ്, ടൈമർ 0 and ടൈമർ 1. Okay, both are of 16-bit wide, അല്ല 16-bit രജിസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ലോ ബൈറ്റും ഉണ്ട്, ഒരു ഹൈ ബൈറ്റും ഉണ്ട്. ഓക്കെ, TL0 represent the low byte. അതാണ് ഇവിടെ കൊടുക്കുന്നത്. Low byte register is called TL0 and high byte register is called TH0. Okay, 16-bit wide timer ആണ്. Low byte register we will call it as TL0 and high byte register TH0 എന്ന് represent. ഈ രജിസ്റ്റേഴ്സ് സാധാരണ നമുക്ക് ആക്സസ് ചെയ്യുന്ന പോലെ തന്നെ നോർമലി ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ കൊടുത്തത്. These registers can be accessed like any other രജിസ്റ്റർ. ഇതാണ് നമ്മുടെ ടൈമർ 0ന്റെ ഒരു രജിസ്റ്റേഴ്സിന്റെ സ്ട്രക്ചർ. 16-bit ആണ് ആർക്കിടെക്ചർ, 16-bit രജിസ്റ്റർ, 16-bit വൈഡ് ആണ് നമ്മുടെ ടൈമർ ഉണ്ടാവുക. അപ്പൊ അത് നമുക്കറിയാം, അവർ മൈക്രോ കൺട്രോളർ ഈസ് എൻ 8-bit ആർക്കിടെക്ചർ ആണ്. സോ ഫോർ ദാറ്റ് നമുക്ക് ടൈമേഴ്സിന് വേണ്ടിയിട്ട് വി വിൽ യൂസ് ടു രജിസ്റ്റേഴ്സ്, TL0 ഫോർ റെപ്രസെന്റിങ് ലോ ബൈറ്റ് ആൻഡ് TH0 ഫോർ റെപ്രസെന്റിങ് ഹൈ ബൈറ്റ് ഓഫ് ടൈമർ 0 രജിസ്റ്റർ. ഇത് ടൈമർ 0ന്റെ കേസിലാണ്. ഓക്കെ, സിമിലർ ആർക്കിടെക്ചർ തന്നെയാണ് ടൈമർ 1 രജിസ്റ്ററിന്റെ കേസിൽ. ഇറ്റ് ഈസ് ഓൾസോ എന്താണ് 16-bit രജിസ്റ്റർ ആൻഡ് ദ ലോ ബൈറ്റ് രജിസ്റ്റർ ഈസ് കോൾഡ് TL1. TL1 ആണ് ലോ ബൈറ്റ്, ദാറ്റ് മീൻസ് 8-bit, ലോ 8-bit അല്ലെ, that is called TL1 and high byte register we will call it as TH1 for timer 1 register. Okay, ഇത് നോർമലി മറ്റുള്ള രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ദീസ് രജിസ്റ്റർ can be accessed like any other registers. Okay,
So these are the two registers. Timer 0 register and timer 1 register. Okay, these are the two registers that I used in the timer and counter operations. And registers both are 16-bit wide. Okay, for performing this timer and counter operation, it is closely related to two other registers that is called T-mode and TCON registers. Okay, ഈ രണ്ട് രജിസ്റ്റേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ടൈമർ 0-ഉം ടൈമർ 1-ഉം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതാണ് T-mode രജിസ്റ്ററും ഉണ്ട്, TCON register. Two registers T-mode and TCON are closely connected to this timer and control operations. Okay. T-mode register it is an 8-bit register. Okay, T-mode register is an 8-bit register. It is used to control the mode of operation of both the timer. That means timer 0 and timer 1 operation the mode control we will use T-mode register. Okay, that is an 8-bit register. And the lower 4 bits of T-mode register is used to control the timer 0 and upper 4 bit are used to control timer 1. Okay, that's a T-mode register. T-mode register it is an 8-bit register. Okay, it is used to control the timer operations. Timer operations controlling use 8-bit register. Okay, here the lower 4 bits are used for timer 0. Like lower 4 bit timer 0 ne control use and upper 4 bits are used for controlling timer 1. Okay, so that is T-mode register. And another register on TCON register. TCON register is another register which is used to control the operation of counter and timer in microcontroller. That means same operation and counter name timers in control use in the register TCON. It is also an 8-bit register. Another 8-bit register. In the case of 4 upper bits are responsible for these timers and counter operations. TCON registers in the 4 upper bit 4 responsible for our timer and counter operations, and lower bits are responsible for interrupts. Interrupts. TCON registers 8-bit 4 bits are used for performing and the counter and timer operation. These two registers are used. This is the architecture. This is T-mode registers. Okay, T-mode registers, it is a 8-bit register. Here it is 8-bit registers. So here the lower portion is used for controlling timer 0 and upper portion, higher order bit is used for controlling timer 1. Timer 1 in timer 0. Okay. that 8051 microcontroller has both software and hardware controller. Software use timers control hardware use control. Okay. It is an 8-bit register. Okay, here 7th bit and 7th bit timer 1. Okay, and bit 3 in the timer 0. Bit 7 and 3. That is called the gate. Gate meaning if the gate bit is set to 0, the 0 set we can start and stop software timer. Okay, and if the gate bit is set to 1 set we can perform hardware timer. But software timer and hardware timers timers in the operations and control use. Okay, both the software and the hardware use we can control the timer operation. Here, if the gate bit is 0, then we can start and stop the software timer. Software timers, software timers. And gate 1 set we can perform hardware timer. Next 6th bit 6 bit 2. That's our counter timer bit.
Okay, C bar T bit. Okay. അതിൽ if the C bar T bit 1 ആണെങ്കിൽ എന്താണ്, it act as a counter mode. അത് കൗണ്ടർ മോഡായിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, സി ബാർ ടി ബിറ്റ് എന്ന് പറയുന്നത് ദിസ് ബിറ്റ് 1 ആണെങ്കിൽ അത് കൗണ്ടർ മോഡായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് സി ബാർ ടി ബിറ്റ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ ടൈമർ മോഡ്. ഓക്കെ, ടൈമർ മോഡായിട്ടും ആക്ട് ചെയ്യും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സി ബാർ, ഇവിടെ ഒരു ടി ബാർ ഉണ്ട്, മുകളിലൊരു ബാർ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് 0 ആണ്, സോറി 1 ആണെങ്കിൽ എന്താണ്, സി, ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ആക്ട് ആസ് എ കൗണ്ടർ മോഡ് അല്ലേ. ആൻഡ് ഇഫ് ടി എന്ന് പറയുന്നത്, സോറി സി ബാർ ടി ബിറ്റ് 0 ആണെങ്കിൽ ദാറ്റ് വിൽ ആക്ട് ആസ് എ ടൈമർ മോഡ്. ദെൻ റിമൈനിങ് ബിറ്റ്സ് അല്ലേ, 5 4 അല്ലെ, ഇവിടെയാണെങ്കിൽ 1 0. ഓക്കെ, ഇതാണ് ആക്ച്വലി ദീസ് ബിറ്റ്സ് ആർ കോൾഡ് മോഡ് സെലക്ഷൻ ബിറ്റ്സ്. Okay, mode selection bits എന്നാണ് പറയുന്നത്. The M1 and M2 are called mode select bit, which is used to select the timer operation. അതിൽ നമ്മുടെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് these two bits are using. That is M1 and M0 bits. സപ്പോസ് ഇവിടെ M1ന്റെയും M0യുടെയും ബിറ്റിന്റെ വാല്യൂ 0 ആണെങ്കിൽ എന്താണ്, that is mode 0. That means 30-bit timer mode operations ആണ് പെർഫോം ചെയ്യുക. Okay, then 0 1 ആണെങ്കിൽ, that means value of M1 0 and the value of M0 is 1, then it is mode 1. That means it will perform 16-bit timer mode operations. And here M1 is 1 and M0 is 0 ആണെങ്കിൽ എന്താണ്, that is 2 mode 2 ആണ്, that will perform 8-bit auto reload mode. Okay, then M1 M0 1 ആണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, മോഡ് 3 ആണ്, എന്താണ്, സ്പ്ലിറ്റ് ടൈമർ മോഡാണ്. സ്പ്ലിറ്റ് ടൈമർ മോഡ്, ഇത് ഓർത്ത് വെച്ചാൽ, ഈ നെയിം ഒന്ന് ഓർത്ത് വെച്ചാൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടി മോഡ് രജിസ്റ്റേഴ്സിന്റെ സ്ട്രക്ചർ. ഇറ്റ് ഈസ് എൻ 8-bit register. Lower 4 bits are responsible for timer 0 and upper 4 bits are for timer 1. Okay, and each 4 bits, ഓരോ 4 bitsഉം എന്താണ്, ടൈമർ 0നെയും ടൈമർ 1നെയും റെപ്രസെന്റ് ചെയ്യുന്നു. ഹിയർ ബിറ്റ് 7 and 3, ഇറ്റ് ഈസ് എ ഗേറ്റ് ബിറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു സെലക്ട് സോഫ്റ്റ്വെയർ ഓർ ഹാർഡ്വെയർ കൺട്രോൾ. അല്ലെ, സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണോ ടൈമേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെ ഹാർഡ്വെയർ യൂസ് ചെയ്തിട്ടാണോ ഹാർഡ്വെയർ ടൈമേഴ്സിനെയാണ് കൺട്രോൾ ചെയ്യണത് എന്നുള്ളതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി വിൽ യൂസ് ബിറ്റ് 7 and 3. Here if the bit 7 and 3 is set to 0, then we can start and stop software timer. Software timer നമുക്ക് കൺട്രോൾ ചെയ്യാം. And 1 ആണെങ്കിൽ എന്താണ്, we can perform hardware timer. അതുപോലെ തന്നെ കൗണ്ടർ ബാർ ടൈമർ മോഡ്, കൗണ്ടർ ബാർ ടൈമർ ബിറ്റ്. That means if it is 1, it will perform as a counter mode. If it is 0, it will perform as a timer mode. And M1 and M0, these bits are used for സെലക്ടിങ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ അല്ലെ, മോഡ് സെലക്ട് ബിറ്റ് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ടി മോഡ് രജിസ്റ്റേഴ്സ്. ഇനി വൺ മോർ രജിസ്റ്റർ ഈസ് ദാറ്റ് ഈസ് TCON രജിസ്റ്റർ. Okay, this is also responsible for the working of timer 1 and timer 0. Okay, here in TCON register we discussed that എന്താണ് നമ്മൾ പറഞ്ഞത്, 4 bits are responsible for that means first 4 bits അല്ലെ, these higher order 4 bits are responsible for the timer operations and the remaining bits are responsible for interrupts. അത് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ ഹയർ ഓർഡർ 4 ബിറ്റ്സ് നമുക്ക് ശ്രദ്ധിക്കാം. ഇതിൽ TF1, okay, TF1 and TR1, these are responsible for timer 1. Okay, and TF0 and TR0, which അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ടൈമർ 0ന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചാൽ TF1 TR1, 1 കാണുമ്പോൾ തന്നെ ദാറ്റ് ഈസ് ടൈമർ 1 ആൻഡ് TF0 ആൻഡ് TR0 ഫോർ ടൈമർ 0. ഓക്കെ, ഹിയർ TF1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്ലാഗ് ബിറ്റ് ആണത്. അതാണ് ഇവിടെ കൊടുത്തത്. TF1 stands for timer 1 flag bit, and whenever calculating the time delay in a timer, എന്താണ്, the TH1 and TL1 reaches to the maximum value, that is FFF അല്ലെ, ആ ഒരു വാല്യൂല് ഓട്ടോമാറ്റിക് ആയിട്ട് എത്തുവാണ്. TH1 TL1 ആണ് എന്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്, എന്താണ് ടൈമർ 1ലുള്ള ഹയർ ഓർഡർ ബൈറ്റും ലോവർ ഓർഡർ ബൈറ്റും ആണ്
അല്ലെ? അപ്പൊ ടൈം ഡിലേ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ടൈമർ 1-ല് ഹയർ ഓർഡർ ബൈറ്റും ലോവർ ഓർഡർ ബൈറ്റും എന്ത് ചെയ്യും? ദാറ്റ് വിൽ റീച്ചസ് മാക്സിമം വാല്യൂ അല്ലെ? ആൻഡ് വെൻ അവർ TF1 നമ്മൾ ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ദെൻ ക്ലിയർ ദ ഫ്ലാഗ് ബിറ്റ് ആൻഡ് സ്റ്റോപ്പ് ദ ടൈമർ. ടൈമർ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഈ TF1 ബിറ്റ് യൂസ് ചെയ്യുന്നതിന്റെ TF1 ബിറ്റ് യൂസ് ചെയ്യുമ്പോഴുള്ള ഫങ്ഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് TR1. Okay, TR1 stands for timer 1 start and stop operations. അതായത് TR1 യൂസ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ടൈമർ 1ന്റെ സ്റ്റാർട്ടും സ്റ്റോപ്പ് ബിറ്റ് എന്ന് പറയുന്നത് അല്ലെ? അതായത് നമുക്ക് വി ക്യാൻ സ്റ്റാർട്ട് ദ ടൈമർ എയ്തർ ബൈ യൂസിങ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻ ഓർ ബൈ യൂസിങ് ഹാർഡ്വെയർ മെത്തേഡ് അല്ലെ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമുക്ക് ടൈമേഴ്സിന് ബൈ യൂസിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും, ഹാർഡ്വെയർ യൂസ് ചെയ്തിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ? അപ്പോ ഈ ടൈമർ 1 ബിറ്റ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ടൈമർ 1ന്റെ TR1 ബിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? അതിനെ സ്റ്റാർട്ട് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്ന ബിറ്റ് അല്ലെ? അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടൈമറിനെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടും ഹാർഡ്വെയർ യൂസ് ചെയ്തിട്ടും ആണെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ TF1ഉം TR1ഉം എന്താണ്? ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ടൈമർ 1. സെയിം ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെ വരുന്നത് TF0യും TR0യും. അതായത് TF0 എന്ന് പറയുന്നത് എന്താണ്? ദിസ് സ്റ്റാൻഡ്സ് ഫോർ ടൈമർ 0 ഫ്ലാഗ് ബിറ്റ് ആൻഡ് വെൻ അവർ കാൽക്കുലേറ്റിംഗ് ദ ടൈം ഡിലേ ഇൻ ദ ടൈമർ 0 ദ TH0 ആൻഡ് TL0 റീച്ചസ് ടു മാക്സിമം വാല്യൂ അല്ലെ? സെയിം ഓപ്പറേഷൻ തന്നെ ടൈമർ 1ന്റെ കേസിൽ നടക്കുന്ന അതേ ഓപ്പറേഷൻ തന്നെ ടൈമർ 0യിൽ നടക്കും. അപ്പൊ ടൈമർ 0യുടെ ഫ്ലാഗ് ബിറ്റ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത്? TF0 എന്ന് പറയുന്നത്. സെയിം തന്നെ TR0 എന്ന് പറഞ്ഞാൽ എന്താണ്? TR0 stands for timer 0 start and stop bit. Okay, and this timer starting and നമുക്ക് എന്ത് ചെയ്യാം? ബൈ യൂസിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട്, സോഫ്റ്റ്വെയർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ട്, ഹാർഡ്വെയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടൈമേഴ്സിനെ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിറ്റാണ് നമ്മുടെ TR0 എന്ന് പറയുന്നത്. So these are the 4 bits that is responsible for our timer operations അല്ലെ? റിമൈനിങ് 4 bits ഇതിന്റെ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഇന്ററപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ടൈമേഴ്സിന്റെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ടൈമേഴ്സ്? ടൈമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ജനറേറ്റ് ദ ടൈം ഡിലേ ആൻഡ് ഓൾസോ കൗണ്ട് ദ ഇവന്റ്സ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഔട്ട്സൈഡ് ദ മൈക്രോ കൺട്രോളർ. ദർ ആർ 2 ടൈമേഴ്സ് ആർ ദ timer 0 and timer 1. both are 16-bit wide അല്ലെ? 16-bit wide ആണ്. അപ്പോൾ ടൈമർ രജിസ്റ്റർ ആണ് നമ്മൾ പഠിച്ചത്. ടൈമർ 0 രജിസ്റ്റർ ഈസ് 16-bit. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലോ ബൈറ്റ് രജിസ്റ്റേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്, ഹൈ ബൈറ്റ് രജിസ്റ്റേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. TL0 ആൻഡ് TH0. സെയിം തന്നെ ഇൻ ദ കേസ് ഓഫ് ടൈമർ 1 in the case it is also a 16-bit register. TL1 for low byte register and TH1 for high byte registers. And the 2 registers are also used for controlling the operations of these timers, that is T-mode register and TCON register. These are 8-bit registers. Like 8-bit registers ആണ്. Here T-mode registers in the case എന്താണ്? lower 4 bits is responsible for timer 0 operation and higher 4 bit is responsible for timer 1 operation. And in the case of TCON register എന്താണ്? higher 4 bit is responsible for both the timer and the counter operation, and lower 4 bits are responsible for the interrupt operations. So ഇതാണ് അതിന്റെ സ്ട്രക്ചേഴ്സ് അല്ലെ? ഇത് T-mode register സ്ട്രക്ചർ. Then next TCON register സ്ട്രക്ചർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോർട്ട്. ഓക്കെ, IO പോർട്ട് 8051 പോർട്ട് സ്ട്രക്ചർ ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആസ് വി ഓൾറെഡി സ്റ്റഡീഡ് ദാറ്റ് എന്താണ് 8051 ഹാസ് 4 പോർട്ട്സ് അല്ലേ? 4 പോർട്ട്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇത് പഠിക്കുന്ന സമയത്ത്? പിന്നെ പഠിക്കുന്ന സമയത്ത് port 0, port 1, port 2 and port 3. 4 ports are there. Okay, these ports are responsible for the input-output operations. IO port എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? Input-output operation. 4 ports are there. Each port, ഓരോ പോർട്ടും എന്താണ്? These are of 8-bit അല്ലെ? 8 pins ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 8-bit ആണ്, 8 pin.
So totally microcontroller case 40 pin ആണ് എങ്കിലും അതിൽ 32 pins എന്താണ് ports ആണ് IO port ആണ്. Okay, that means 8, 8, 16 and 16, 32 pin. Okay. So അതാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് port structures. Okay, it has 4 ports are there. We will represent that as P0, P1, P2 and P3. Okay, these 4 ports are used for or required for IO operation in the microcontroller. Okay, and അതിന്റെ കേസിൽ തന്നെ when നമ്മൾ ഒരു പോർട്ടിലും when 0 is returned to the port, പോർട്ടിൽ 0 ആണ് നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് എന്താണ് it become an output port ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് we will use this port അല്ലേ. എക്സ്റ്റേണൽ ആയിട്ട് ഡിവൈസ് കണക്ട് ചെയ്തിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് we will use these ports. when ആ പോർട്ടിൽ എന്ത് ചെയ്യുന്നു 0 ആണ് നമ്മൾ റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് that port become an output port. ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് വേണ്ടി ഡിസ്പ്ലേ ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ we can use those ports. Here, if it is configured as an input port, ഒരു input port ആയിട്ടാണ് നമുക്ക് കോൺഫിഗർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം we have to send 1 എന്ന് സെറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ that will act as a input port. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കീബോർഡ് ഒക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇൻപുട്ട് റീഡ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ പോർട്സിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അല്ലെ. 4 ports are the each port is having 8 pins അല്ലെ. So totally 32 pins are used for our IO operations അല്ലെ. IO operations യൂസ് ചെയ്യാൻ ചെയ്യുന്നു. അത് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനാണെങ്കിൽ പോർട്ടിൽ we have to write 0, ഇൻപുട്ട് ഓപ്പറേഷൻ ആണെങ്കിൽ 1 ആണ് ഉണ്ടാവുക. ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇനി ഓരോ പോർട്ടിന്റെയും സ്ട്രക്ചേഴ്സ് നമുക്ക് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് പോർട്ട് 0. ഓക്കെ, പോർട്ട് 0 ഈ ഫിഗർ ഓർത്തില്ലേ? പോർട്ട് 0ന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? പോർട്ട് 0 here, this one അല്ലേ, from 32 to 39 അല്ലേ. pin 32 to 39 we will call it as a port 0, and this port 0 we can connect the IO operation, and also ഈ port 0 വേറൊരു ഫംഗ്ഷനും കൂടിയുണ്ട്. it will store the lower order address അല്ലേ. ലോവർ ഓർഡർ അഡ്രസ്സും സ്റ്റോർ ചെയ്യുന്നില്ലേ നമ്മൾ ഇവിടെ? ഹയർ ഓർഡർ അഡ്രസ് പോർട്ട് 2 സ്റ്റോർ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടില്ലേ അല്ലേ. ഇതാണ് നമ്മുടെ പോർട്ട് 0 എന്ന് പറയുന്നത് അല്ലേ. 32 to 39 പിൻ ആണ്, IO ഓപ്പറേഷൻ ആണ്. സോ പോർട്ട് 0നെ റെപ്രസെന്റ്, ഓരോ പിന്നുകൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് P00, P01, P02, P03 ഇങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമിൽ എഴുതുക കേട്ടോ. അപ്പോൾ P07 വരെ ഉണ്ടാവും. ഓക്കെ, ദെൻ ഈ പോർട്ട് 0യിൽ ഒരു പിന്ന് കണക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു IO പോർട്ടിന്റെ സ്ട്രക്ചർ ആണ്. ഇവിടെ കൊണ്ടാണ് ഇവിടെ P1X എന്ന് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മേ ബി 0 ആവാം, പോർട്ട് 0യില് P1 0 ആവാം, സോറി പോർട്ട് ഇവിടെ ഓക്കെ P00 ആവാം, P01 ആവാം, P02 ആവാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ അഡ്രസ് എന്ന് പറഞ്ഞാൽ 80H ആണ്. ഓക്കെ, ഹെക്സാഡെസിമൽ ആയിരിക്കും. ദെൻ ഇതിൽ എന്തൊക്കെയുണ്ട് കോമ്പോണൻസുകൾ? ദർ ഈസ് എ ലാച്ച് ഉണ്ട് അല്ലെ, ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ദെൻ ദർ ഈസ് എ ഒരു മൾട്ടിപ്ലെക്സർ ഉണ്ട്. ദെൻ വി ഓൾറെഡി ഡിസ്കസ് ദാറ്റ് വി ക്യാൻ എയ്തർ കണക്ട് ദ എക്സ്റ്റേണൽ മെമ്മറി ടു റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻസ്. ഇതിന് വേണ്ടിയിട്ട് അതിന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്രസ് ഡാറ്റ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ വി ക്യാൻ കണക്ട് ഇറ്റ് ആസ് എ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടായിട്ടും യൂസ് ചെയ്യാം. രണ്ടായിട്ടും നമുക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതിനെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിയർ ദർ ഈസ് എ കൺട്രോൾ. ഓക്കെ, അപ്പൊ ആ കൺട്രോൾ ആണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ അത് പിന്നെ എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് ആണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ആണോ നടത്തേണ്ടത് എന്നുള്ള, അല്ലെ പിന്നെ നമ്മുടെ മെമ്മറി ആക്സസ് ആണോ അല്ലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണോ നടത്തേണ്ടത് ഡിസൈഡ് ചെയ്യുന്നത് ഈ കൺട്രോൾ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ലാച്ച് ഉണ്ട്, ദാറ്റ് ഈസ് എ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. എന്തായിരുന്നു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രത്യേകത? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ആൻസർ പറയാൻ പറ്റുമോ? ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രത്യേകത എന്താ? അശ്വിന് പറയാൻ പറ്റുമോ? അശ്വിൻ,
അശ്വിനില്ലേ? പറഞ്ഞോളൂ അശ്വിൻ. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ ലാച്ചിന്റെ കാണുന്നുണ്ടോ? ലാച്ച് അല്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഓർമ്മയുണ്ടോ? സാരമില്ല. നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, സപ്പോസ് ഇവിടെ 0 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും കിട്ടുക, അല്ലേ? 1 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ക്യൂബ് ആണ്. ഓക്കെ, എന്താണോ കൊടുക്കുന്ന സിഗ്നൽ സെയിം സിഗ്നൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ എന്തുണ്ട്? ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ലാച്ച് എന്ന് പറയാം നമുക്ക്. ഓക്കെ, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, ദെൻ മൾട്ടിപ്ലക്സർ ഉണ്ട്, ദെൻ അഡ്രസ്സിനെ ഡാറ്റ എക്സ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഒരു കൺട്രോൾ ഉണ്ട്. ഈ കൺട്രോൾ ആണ് ഇതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണോ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി അഡ്രസ്സിന്റെ മെമ്മറി റീഡ് ആണോ ഓപ്പറേഷൻ നടത്തേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതൊരു P0X എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് ഒരു പിന്നിന്റെ കേസാണ്. ഇപ്പൊ P01 ആവാം, P02 ആവാം, അപ് ടു 7 വരെ ആവാം. ഓക്കെ, ദെൻ പിന്നെ എന്താണ് ഇതില് ഒരു റീഡ് ലാച്ച് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡാറ്റാസ് റീഡ് ചെയ്യാൻ പറ്റും. ഇനി സപ്പോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിലെന്താണ് ഫോർ ഇൻപുട്ട് ഓപ്പറേഷൻസിൽ നമ്മൾ എന്താണ് സെറ്റ് ചെയ്യുക? ഇവിടെ 1 ആയിട്ടാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്, അല്ലെ? ഇൻപുട്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ലേ പോർട്ടിന്റെ കേസിൽ? എന്താണ് 1 കൊടുക്കണം എന്നല്ലേ പഠിച്ചത്? വെൻ 0 റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം ഔട്ട്പുട്ട്. ദെൻ ഇൻപുട്ട് ആണെങ്കിൽ എന്താണ് 1 ആണ് നമ്മൾ കൊടുക്കേണ്ടത്, കോൺഫിഗർ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ 1 കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നുണ്ടാവുക? ഓക്കെ, ഇവിടെ Q00 ആവും, അല്ലേ? മൾട്ടിപ്ലക്സർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 എന്താണിത്? FET കേട്ടിട്ടില്ലേ? ട്രാൻസിസ്റ്റേഴ്സ്, അല്ലേ? അപ്പോൾ ഇത് 0 ആവും, അപ്പോൾ ഇതും 0. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഫ്ലോട്ടിംഗ് സ്റ്റേറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വാട്ട് എവർ ദ ഇൻപുട്ട് ദാറ്റ് ഈസ് ഗിവൺ ദിസ് പോർട്ട്, അത് എന്താണോ വാല്യൂ കൊടുത്തിരിക്കുന്നത് അത് ഡയറക്റ്റ് ആയിട്ട് ബൈ യൂസിങ് റീഡ് പിന്നെ റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി റീഡ് ലാച്ച് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ യു ക്യാൻ റീഡ് ദ കണ്ടന്റ് ഫ്രം ദിസ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനുള്ള കണ്ടന്റ് വേണമെങ്കിൽ റീഡ് ചെയ്യാം. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ മാത്രം ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, അതായത് പോർട്ട് 0യുടെ കേസിൽ ഒരു എന്താണ്? ഇറ്റ് ഹാസ് എ ഡി ടൈപ്പ് ലാച്ച് ആൻഡ് യൂണിഡയറക്ഷണൽ ബഫർ ആൻഡ് 2 FETs. ഓക്കെ, 2 FETs ഉണ്ട്. ഓക്കെ, ദെൻ ഇതിൽ എക്സ്റ്റേണൽ ആയിട്ട് ഇന്റേണൽ പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് അതിന്റെ റെപ്രസെന്റ് ചെയ്യാനില്ല. ഓക്കെ, ഇനി എപ്പോഴെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് ഓപ്പറേഷൻ വേണമെങ്കിൽ അല്ലെ എക്സ്റ്റേണൽ പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ അതിന് എക്സ്റ്റേണൽ പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യണം. നമ്മുടെ ഒരു ഔട്ട്പുട്ട് പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് കേസിൽ. ഓക്കെ, ദെൻ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് ടു ബി യൂസ്ഡ് ആസ് എ സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ആൻഡ് ടു എക്സ്റ്റേണൽ മെമ്മറി. നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടായിട്ടും യൂസ് ചെയ്യാം, എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട്. പിന്നെ എക്സ്റ്റേണൽ മെമ്മറി നമുക്ക് പോർട്ട് 2 ആയിട്ട് പിന്നെ കൺജക്ഷൻ ചെയ്തിട്ട് വേണമെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി ആക്സസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതാണ് ഇവിടെ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അഡ്രസ് ഡാറ്റ ബിറ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അതിന്റെ അഡ്രസ് ബിറ്റിന്റെ ലോവർ ഓർഡർ അഡ്രസ് ബിറ്റ് ആണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലെ? പോർട്ട് 0യുടെ സിറ്റുവേഷനിൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പോർട്ട് 0. ഇപ്പൊ ഓർത്ത് വെക്കാവുന്ന ഒരു ഡി ലാച്ച് ഉണ്ട്, ഡി ടൈപ്പ് ലാച്ച് ഉണ്ട്. ദർ ഈസ് എ മൾട്ടിപ്ലക്സർ. ഈ മൾട്ടിപ്ലക്സർ ദെൻ കൺട്രോൾ ഉണ്ട്. ഈ കൺട്രോൾ ആണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ എന്താണ് എക്സ്റ്റേണൽ മെമ്മറി ഓപ്പറേഷൻ ആണോ അല്ലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണോ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ദെൻ 2 FETs അത്. ഓക്കെ, 2 FETs ഉണ്ട്. ദെൻ ഒരു റീഡ് ലാച്ച് ഉണ്ട്. നമുക്ക് റീഡ് പിന്നെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഡാറ്റാസ് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, that is port 0. Then next one is port 1. Port 1ന്റെ പ്രത്യേകത എന്തായിരുന്നു? Port 1 is only used for input output operations, അല്ലെ? അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അതിലെന്ത് ആവശ്യം വരുന്നില്ല നമുക്ക്. പോർട്ട് 0യുടെ കേസിൽ കൺട്രോൾ ഒക്കെ വേണ്ടി വന്നില്ലേ? എന്തുകൊണ്ടാണ് കൺട്രോൾ യൂസ് ചെയ്യുന്നത്? വി വിൽ കണക്ട് ദാറ്റ് ടു എക്സ്റ്റേണൽ മെമ്മറി. എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു കൺട്രോളർ വേണ്ടി വന്നത്. ഹിയർ എന്താണ്? ഇറ്റ് ഈസ് ഓൺലി യൂസ്ഡ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. സോ കൺട്രോളും ഒന്നും ആവശ്യമില്ല, അല്ലെ? അപ്പൊ എന്ത് വേണ്ടു? അതിൽ ഒരു ഡി ലാച്ചേ ഉള്ളൂ. ദെൻ ഒരു എന്താണ് FET ഉണ്ട്, അല്ലെ? ദെൻ അതിനൊരു ഇന്റേണൽ പുള്ളപ്പ് രജിസ്റ്റർ ഉണ്ട്. ദെൻ ബാക്കിയൊക്കെ സെയിം തന്നെ. P1.x അതെന്താണെന്ന് വെച്ചാൽ ഒരു പിന്നിനെയാണ് എക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് 1, 2, 3 എന്നൊക്കെ പറഞ്ഞു പോവാം, അല്ലെ? 8 പിൻസുകൾ ഉണ്ടല്ലോ P1ന്റെ കേസിൽ. ഒരു പിന്നിന്റെ കേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ റീഡ് ലാച്ച് ഉണ്ട്.
then right latch read pin. Same operation തന്നെ. കാരണം നമുക്കിപ്പം ഒരു ഇൻപുട്ട് ഓപ്പറേഷൻസ് ആണ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഈ ബസ്സിൽ 1 കൊടുക്കും അല്ലേ? അപ്പൊ 1 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഓഫ് ആവും, നമുക്ക് ഡാറ്റാസ് റീഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിലുള്ള ലാച്ചിലുള്ള ഡാറ്റ റീഡ് ചെയ്യണമെങ്കിൽ യു ക്യാൻ റീഡ് ബൈ യൂസിങ് ദിസ് റീഡ് ലാച്ച്. അല്ലെ, റീഡ് ലാച്ച് കൂടെ നമുക്ക് ഡാറ്റാസ് റീഡ് ചെയ്യാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അതിന്റെ അഡ്രസ് 90H ആണ്. പോർട്ട് 1 ഹാസ് ഓൺലി 1 D ലാച്ച് ആൻഡ് 2 യൂണിഡയറക്ഷണൽ എന്താണ് ബഫേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് 1 എന്താണ് FET, ഒരു 1 FET ആണ് ഉള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ് ആക്ട് ആസ് എൻ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ഓൺലി അല്ലെ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് വേണ്ടി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? വി വിൽ യൂസ് ദിസ് പോർട്ട് 1. ഓക്കെ, അതാണ് പോർട്ട് 1ന്റെ പ്രത്യേകത. അപ്പോൾ പോർട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പോർട്ട് 0യും പോർട്ട് 1ഉം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? പോർട്ട് 0 വി ക്യാൻ കണക്ട് ഇറ്റ് വിത്ത് എക്സ്റ്റേണൽ മെമ്മറി. എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഏത്? പോർട്ട് 2 ആയിട്ട് യൂസ് ചെയ്തിട്ട് അല്ലേ, എക്സ്റ്റേണൽ. അതുകൊണ്ട് ഇവിടെ ഒരു കൺട്രോൾ ഒക്കെ വരും. ഇവിടെ ആണെങ്കിൽ ഓൺലി യൂസ്ഡ് ഫോർ എന്തിനു വേണ്ടിയിട്ട്? ഓൺലി യൂസ്ഡ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് പോർട്ട് 2. പോർട്ട് 2 പിന്നെ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പോർട്ട് 2 എന്ന് പറയുന്നത് ദിസ് വൺ അല്ലെ, പോർട്ട് 2. അതായത് പോർട്ട് 0യിലാണ് നമ്മളിപ്പോൾ എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ലോവർ ഓർഡർ അഡ്രസ് ഉണ്ടാവുക. ഹയർ ഓർഡർ അഡ്രസ് പോർട്ട് 2ലാണ് ഉണ്ടാവുക അല്ലെ. പോർട്ട് 2ലാണ് ഹയർ ഓർഡർ അഡ്രസ് ഉള്ളത്. അതുകൂടാതെ എന്താണ്? വി ക്യാൻ യൂസ് ദിസ് പോർട്ട് 2 ആസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ യൂസ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി കണക്ഷൻസിന് വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ദിസ് പോർട്ട് 2 അല്ലെ. പോർട്ട് 0യും പോർട്ട് 2 ആണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് മെമ്മറീസ് കണക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ പോർട്ട് 0 അതിന്റെ ലോവർ ഓർഡർ അഡ്രസ് സ്റ്റോർ ചെയ്യുന്നു, പോർട്ട് 2 ഹയർ ഓർഡർ അഡ്രസ് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനും വി ക്യാൻ യൂസ് ദിസ് പോർട്ട് 2. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പോർട്ട് 2യുടെ സ്ട്രക്ചേഴ്സ്. ഓക്കെ, സിമിലർ ടു നമ്മുടെ പോർട്ട് 1ന്റെ സിറ്റുവേഷൻ തന്നെയാണ്, ബട്ട് ദർ ഈസ് എ ഡിഫറൻസ് അല്ലെ. എന്താണ്? അല്ല, പോർട്ട് 0യുടെ അതേ സ്ട്രക്ചർ പോലെ തന്നെ, പക്ഷെ ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഒരു അഡീഷണൽ നോട്ട് ഗേറ്റ് ഉണ്ട് അല്ലെ. അഡീഷണൽ നോട്ട് ഗേറ്റ് ഉണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ സെയിം ആണ്. അതായത് ഒരു ലാച്ച് ഉണ്ട്, ദെൻ മൾട്ടിപ്ലെക്സ്. ദാറ്റ് മൾട്ടിപ്ലെക്സർ ആണ് ഡിസൈഡ് ചെയ്യുന്നത് വെദർ it has to perform the external memory operation or input output operations. മൾട്ടിപ്ലെക്സർ ആണ് ഡിസൈഡ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഒരു കൺട്രോൾ ഒക്കെ ഉണ്ട് ഇവിടെ അല്ലെ. ഇതിന്റെ കേസിൽ എന്താണ്? ഒരു ഇന്റേണൽ പുൾ അപ്പ് റെസിസ്റ്റർ ഉണ്ട് ഇവിടെ. ഓക്കെ, ഇന്റേണൽ പുൾ അപ്പ് റെസിസ്റ്റർ ഓൺലി 1 FET ഉള്ളൂ, ഒരു 1 FET ഉള്ളൂ. ഓക്കെ, ദെൻ 2 ബൈ ഡയറക്ഷണൽ ബഫേഴ്സ് ഉണ്ട്, റീഡ് ലാച്ച് ആൻഡ് റീഡ് പിൻ. ഓക്കെ, ഫംഗ്ഷൻ ഒക്കെ പോർട്ട് 0യുടെ സെയിം ഫംഗ്ഷൻ തന്നെയാണ്. എന്തൊക്കെയാണ്? വി ക്യാൻ പെർഫോം ബോത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആൻഡ് ഓൾസോ പോർട്ട് 0 ആയിട്ട് കൺജഷൻ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് ചെയ്യാനും പറ്റും. ഇനി ഇതൊരു ഇൻപുട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? നമ്മളിപ്പോ ഇവിടെ ഒരു 1 കൊടുത്തെന്ന് വിചാരിക്കാം അല്ലെ. 1 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ക്യൂൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും അല്ലെ. ഇപ്പൊ മൾട്ടിപ്ലെക്സർ ഇവിടെ കണക്ട് ചെയ്ത് നോട്ട് ഗേറ്റ് ആണ്, അപ്പൊ ഇവിടെ 0 ആവും അല്ലെ. 0 ആയി കഴിഞ്ഞു. പിന്നെന്താണ്? അപ്പോൾ ഇവിടെ ഒരു ഇന്റേണൽ പുൾ അപ്പ് റെസിസ്റ്റർ ഉണ്ട്. അതെന്തായിരിക്കും? അത് നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു പിന്നെ ഇതിനെ നമ്മളൊരു ക്വാസി ബൈ ഡയറക്ഷണൽ സ്ട്രേറ്റ് എന്നൊക്കെയാണ് പറയാം. അന്ന് നിങ്ങൾ ഓർത്ത് വെക്കണമെന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിവിടെ 0 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ റീഡ് ദ ഡാറ്റ. ഓർത്ത് വെച്ചാൽ മതി. അതായത് ഇൻപുട്ടിൽ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഔട്ട്പുട്ടിലും ജസ്റ്റ് 1 കൂടെ വരും അല്ലെ. ഇപ്പൊ ഒരു നോട്ട് ഗേറ്റ് ഉണ്ട്, അത് 1നെ എന്താക്കും? 0 ആക്കും. നമ്മുടെ ട്രാൻസിസ്റ്റർ ഓഫ് ആവും അല്ലെ. ട്രാൻസിസ്റ്റർ ഓഫ് ആയി കഴിഞ്ഞാൽ 0 ആയിരിക്കും ട്രാൻസിസ്റ്ററിന്റെ ഇവിടെ. സോ എന്തായിരിക്കും? നമുക്ക് ഡാറ്റാസ് റീഡ് ചെയ്തിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേ കൂടാതെ തന്നെ ഈ ഡാറ്റാസ് വേണേൽ റീഡ് ചെയ്യണമെങ്കിൽ ഇതിലുള്ള നമ്മുടെ ലാച്ചിലുള്ള ഡാറ്റാസ് റീഡ് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് റീഡ് ലാച്ച് അല്ലെ. റീഡ് ലാച്ച് യൂസ് ചെയ്തിട്ട് വി ക്യാൻ റീഡ് ദ ഡാറ്റ. ഓക്കെ, സോ ദാറ്റ് ഈസ് പോർട്ട് 2. ഓക്കെ, അതാണ് നമ്മുടെ പോർട്ട് 2. ദെൻ ഫൈനൽ പോർട്ട് 3 is ഓക്കെ. പോർട്ട് 3യുടെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? വി ക്യാൻ പെർഫോം എന്തൊക്കെയായിരുന്നു പോർട്ട് 3യിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? സോ പോർട്ട് 3 ദിസ് വൺ അല്ലെ.
port 3. Here it is also an 8-bit port, 8-pin port ആണ്. അതിൽ എന്താണ്, apart from this input output operation, some other alternative functions are also there. അല്ലേ? Alternative functions ഇല്ലേ? എന്തൊക്കെയായിരുന്നു alternative functions എന്നൊക്കെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇതൊക്കെ, അതായത് external memory read ചെയ്യാം, external memory write ചെയ്യാം, അല്ലെ? External memory operation, then external timer operation, external interrupt operation, serial data input and output operations, അല്ലെ? അത്രയും ഓപ്പറേഷൻസിനും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് പോർട്ട് 3. പോർട്ട് 3 ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ടും, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷൻസിന് വേണ്ടിയിട്ടും സം അതർ ആൾട്ടർനേറ്റീവ് ഫംഗ്ഷൻസ് ആർ ഓൾസോ ദർ, അല്ലെ? വേറെ കുറച്ച് ഫംഗ്ഷൻസും കൂടെ ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പോർട്ട് 3. സോ അതിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പോർട്ട് 3യുടെ കേസിലാണെങ്കിൽ എന്താണ്, സെയിം തന്നെ അല്ലെ? പോർട്ട് 3യിൽ ഒരു ഡി ടൈപ്പ് ലാച്ച് ഉണ്ട്. അത് കൂടാതെ പോർട്ട് 3യുടെ കേസിലാണെങ്കിൽ ഒരു 3 യൂണിഡയറക്ഷണൽ ബസ് ആണുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ആൾട്ടർനേറ്റീവ് ഫംഗ്ഷൻസും കൂടെ പെർഫോം ചെയ്യുന്നുണ്ടെന്ന്, അല്ലെ? അതുകൊണ്ട് 3 ബഫേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 1 2 3. ഓക്കെ, ദെൻ ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, ഇത് എക്സ്റ്റേണൽ മെമ്മറി റീഡ്, അത് പിന്നെ അഡ്രസ് സ്റ്റോർ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, അതിനെ മൾട്ടിപ്ലക്സർ യൂസ് ചെയ്തിട്ട് കൺട്രോളിന്റെ ഓപ്പറേഷൻ ഒന്നുമില്ല. കാരണം അഡ്രസ് എക്സ്റ്റേണൽ മെമ്മറിയുടെ ആക്സസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അഡ്രസ്സുകളൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? പോർട്ട് 0യിലും പോർട്ട് 2യിലും. ഓക്കെ, ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ, പിന്നെ സമത ആൾട്ടർനേറ്റീവ് ഓപ്പറേഷൻസും ആണുള്ളത്, അല്ലെ? പിന്നെ വേറെ ഒരു നാൻഡ് ഗേറ്റും കൂടെ ഇതിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഒരു അഡീഷണൽ നാൻഡ് ഗേറ്റും കൂടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പോർട്ട് 3യുടെ കോമ്പോണൻസുകൾ. ഓക്കെ, ഒരു ഡി ലാച്ച് ഉണ്ട്, ദെൻ 3 യൂണിഡയറക്ഷണൽ ബഫേഴ്സ് ഉണ്ട്, ദെൻ അഡീഷണലി 1 നാൻഡ് ഗേറ്റ് ഇസ് ദർ, പിന്നെ നമ്മുടെ FET ഉണ്ട്, അല്ലെ? ദെൻ ഒരു ഇന്റേണൽ പുള്ളപ്പ് രജിസ്റ്റർ ഉണ്ട്. നോർമലി തന്നെ നേരത്തെ പഠിച്ച അതേ ഓപ്പറേഷൻസ് തന്നെയാണ്. നമുക്ക് ഇൻപുട്ട് ഓപ്പറേഷൻസിന് വേണമെങ്കിൽ ഇവിടെ നമ്മൾ 1 കൊടുക്കും, ദെൻ വി ക്യാൻ റീഡ് ദ ഡാറ്റ, അല്ലെ? ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കിവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ പോർട്ടുകൾ. ഓക്കെ, ഈ സ്ട്രക്ചറും ഇതിന്റെ കോമ്പോണൻസുകളും ഒന്ന് ഓർത്ത് വെക്കാം. ഡീറ്റെയിൽഡ് ഫംഗ്ഷൻ ഓപ്പറേഷൻസ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. എന്തൊക്കെയാണ് കോമ്പോണൻസുകൾ, എന്തൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻസ് എന്നുള്ള ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പോർട്ടുകൾ. 4 ports are there: P0, P1, P2, P3. All these ports are used for input-output operations. അല്ലേ? ആൻഡ് ഓർത്ത് വെക്കേണ്ട ഇത്രയാണ്. 0 റിട്ടേൺ ചെയ്തിട്ടുണ്ട്, ഇറ്റ് വിൽക്കം ഔട്ട്പുട്ട് പോർട്ട്. ആൻഡ് 1 ആണ് നമ്മൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്, എന്താണ് അത്? ഇൻപുട്ട് പോർട്ടായിട്ട് ആക്ട് ചെയ്യും, അല്ലെ? 1 ആണ് സിഗ്നൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇൻപുട്ട് പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ദെൻ ദിസ് ഇസ് പോർട്ട് 0. കോമ്പോണൻസുകൾ ഓർത്ത് വെക്കാം: ലാച്ച്, മൾട്ടിപ്ലെക്സർ, ദെൻ ഒരു കൺട്രോളും, അല്ലെ? ഒരു കൺട്രോൾ ഉണ്ട് ഇവിടെ. അതായത് എക്സ്റ്റേണൽ മെമ്മറി യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് പോർട്ട് 0യുടെ കേസ്. ദെൻ നമ്മുടെ പിന്നിന്റെ കണക്ഷൻസ് പോർട്ട് 1, പോർട്ട് 2, ദെൻ പോർട്ട് 3. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പോർട്ടുകളും. പിന്നെ ഇന്ന് പഠിച്ചത് എന്തായിരുന്നു? ടൈമേഴ്സ്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇല്ല എങ്കിൽ നിങ്ങളുടെ അറ്റൻഡൻസ് ടൈപ്പ് ചെയ്തു. അഞ്ജന, അഷ്ന, ഡൊമിനിക്, അനുശ്രീ, വിഷ്ണു പ്രകാശ്, ഷാരോ, മുഹമ്മദ് ആദിൽ,